എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ബിഗ് എംസ് ഒരുമിക്കുന്ന സിനിമ 3M. ഇന്നലെ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ തമ്പനയിൽ ചെയ്തപ്പോഴേ ഒരു പ്രത്യേക ഡിസൈൻ ഞാൻ അതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു എം, വലിയ എം, അതിന് താഴെ ഒരു 3. ഈ 3 ഇങ്ങനെ വരക്കുന്ന 3 വര. അങ്ങനെ ഭയങ്കര തന്ത്രപൂർവ്വം ഇട്ടതായിരിക്കും. M3. അതാ മനസ്സിലായി, അതാ ചോദിച്ചത്. ഭയങ്കര തന്നെ. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചു. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. അല്ലെ, അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചു. എന്തിന്? കാരണം മൂഞ്ചി എന്നതിന്റെ ആദ്യാക്ഷരം M ആണ്. ശരിയാണല്ലോ. 3 M's ആണ് വരുന്നത്. പിന്നെ 3 എന്ന് പറയുമ്പോഴേ 3G എന്ന സാധനം വരുന്നുണ്ട്. വേണ്ടെന്നൊക്കെ ആദ്യം കരുതി. എന്തായാലും സംഭവ ബഹുലമായ സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ എല്ലാ സിനിമകളുടെയും അപ്ഡേറ്റ്സ് പറയുമ്പോൾ പേടിയാണ്. കാരണം കങ്കുവ എഫക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം പ്രതീക്ഷ എന്ന് പറഞ്ഞ് നിർത്തുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഉറപ്പായിട്ടും വേറെ ലെവലായിരിക്കും. ആ പച്ചന് നിർത്തി. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നെഗറ്റീവ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. അതെ, മൂഞ്ചിയ 3G അല്ലേ? ഇത് കാണുമ്പോ പറയും അവര് തുടങ്ങിയില്ല, ഡീഗ്രേഡിങ് തുടങ്ങി. ഇനി ഭയങ്കര വേറെ ലെവൽ സാധനമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടങ്ങി ഹൈപ്പ്. എവിടെ നിൽക്കാൻ പറ്റുന്ന പറഞ്ഞ പോലെ തന്നെ ഒരു പാലത്തെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നൂൽപ്പാലം നടുക്ക് ഒരു നൂൽപ്പാലം ഇട്ടിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ പോകണം. എവിടേക്ക് പോയാലും പണിയാണ്. എന്താണെങ്കിലും ഇന്നലെ പൂജ ഉണ്ടായിരുന്നു. ലാലേട്ടൻ എത്തിയിട്ടുണ്ട്, മമ്മൂക്ക എത്തിയിട്ടുണ്ട്, കുഞ്ചാക്കോ ബോബൻ എത്തിയിട്ടുണ്ട്, ആന്റണി പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെ എത്തിയത്? ആന്റോ ജോസഫ് എത്തിയിട്ടുണ്ട്. മഹേഷ് നാരായണൻ എത്തിയിട്ടുണ്ട്. അത് പറയണ്ടേ, ആളില്ലാതെ പിന്നെ എങ്ങനെയല്ലേ? ആ ടീം മൊത്തം എത്തിയിട്ടുണ്ട്. എന്തായാലും ആദ്യം എത്തിയത് ലാലേട്ടനും പിന്നെ ആന്റോ ജോസഫ്. ഇവര് രണ്ടുപേരുമായിരുന്നു. ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആന്റോ ജോസഫ് ലാലേട്ടന്റെ കൂടെ, ആന്റണി പെരുമ്പാവൂർ മമ്മൂക്കയുടെ കൂടെ. കൊള്ളാം, നന്നായിരിക്കുന്നു. ഏത് ഇൻഡസ്ട്രിയിലുണ്ട് ഇതൊക്കെ? അതാണ്, ഏത് ഇൻഡസ്ട്രിയിലുണ്ടടാ? എന്താണെങ്കിലും 2-3 വീഡിയോസ് എത്തിയിട്ടുണ്ട് കേട്ടോ, കാണാം. കിട്ടില്ല സംഭവം. എന്തായാലും വന്ന് ഇറങ്ങിയിരിക്കുന്നതൊക്കെ ഒരു കോളിലൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ആദ്യം പോകുന്നത്, കേറുന്നത്. രണ്ടും കയറുന്നതാ. ഓക്കെ, നോക്കാം. ഇതെന്താണ് ഇത് പോകുന്നത്? രണ്ടുപേരും വന്ന് ഇറങ്ങിയിട്ട് പറക്കുന്നത്. 15 മിനിറ്റ് പോലും വേണ്ട ഫ്ലൈറ്റില് കേറി ഇരിക്കുക, ഇറങ്ങുക. ലാലേട്ടൻ എന്താ മോനെ? അടുത്ത ആള് മലയാളത്തിന്റെ നെടുംതൂണുകൾ കണ്ടോ? അച്ഛനമ്മി. അതെ, തേവള്ളിപ്പറമ്പിൽ ജോസഫ് ഫലാസ്. അപ്പോൾ അപ്പുറത്ത് മറുപടി സാഗർ എലിയാസ് ജാക്കി. ഇതാണ് ആദ്യം വന്ന വീഡിയോ. മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇല്ല, നമ്മുടെ സ്വന്തം മമ്മൂക്ക മാത്രമേ ഉള്ളൂ. മമ്മൂക്കയും ആന്റണി പെരുമ്പാവൂർ, കുഞ്ചാക്കോവനും, ചാക്കോച്ചനുണ്ട്. ചാക്കോച്ചൻ പിന്നെ നമ്മുടെ പിഷാരടി എന്നാണ് ഞങ്ങൾ നോക്കിയായിരുന്നു കേട്ടോ. പിഷുവിനെ കാണാനില്ല. ഇനി റോളില്ലേലും ആളവിടെ ഉണ്ടാവണം. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ല, ആ റോളും ഇല്ല, മനസ്സിലായില്ലേ? കൂടെ വരാനുള്ള റോളും ഇല്ല. ഓക്കെ, എന്തായാലും ഫഹദ് ഫാസിൽ എവിടെയെന്നൊക്കെ ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടോ ഈ വീഡിയോന്റെ താഴെ. എന്തുകൊണ്ട് ശ്രീലങ്ക ഷൂട്ടിൽ ഉണ്ടാവില്ല? അത്രേ ഉള്ളൂ. ആ ഷെഡ്യൂളിൽ ആളുണ്ടാവില്ല. അത്രേ ഉള്ളൂ. എന്തായാലും 2 ആഴ്ച ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് കേട്ടത് കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ അപ്ഡേറ്റ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഇത് ഭയങ്കര വൈഡായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? മറ്റേ
നമുക്കും വൈഫും ഉണ്ടല്ലോ. ആ എല്ലാരും ഉണ്ട്. ജോർജ് ചേട്ടൻ ഉണ്ട്. നമ്മൾ എടുത്ത് പറഞ്ഞില്ല കേട്ടോ ആ ഉള്ള കാര്യം. അതെ. മതി 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 ബീജിമിട്ട് മതി. അടിപൊളി വീഡിയോ അല്ലേ? എന്തായാലും രസകരമായ ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. അതിനുള്ള തുടക്കമാണിത്. അതിനുള്ള പല സംഭവങ്ങളും മറ്റേ ആളുടെ പേര് ഞാൻ മറന്നുപോയല്ലോ, പുറത്ത് വിട്ടിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടുപേരും കിടിലൻ ലുക്കിൽ തന്നെ ആയിരിക്കും വരുന്നത്. യെസ്, ലാലേട്ടനും മമ്മൂക്കയും ഞെട്ടിക്കും എന്ന് തന്നെയാണ്. അത് രണ്ട് ലുക്ക് ഉണ്ട്, രണ്ടുപേർക്ക് രണ്ട് ലുക്ക് ഉണ്ടെന്നാണ്. അതെന്ത് ലുക്കായിരിക്കും? ഒന്ന് ഷേവ് ചെയ്തിട്ട് ഒന്ന് ഷേവ് ചെയ്യാണ്ട് പിന്നല്ലാണ്ട്. അങ്ങനെ ആണെങ്കിൽ പൊളിയായിരിക്കും. ലാലേട്ടാ ഞാനിപ്പോ എന്തിനാ അതിപ്പോ അറിയാണ്ട് പറഞ്ഞു പോയത് കേട്ടോ, ഷേവ് ചെയ്തിട്ട് ഷേവ് ചെയ്യാണ്ടായിരിക്കും എന്നുള്ളത്. ഉള്ളിലുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതായിരിക്കും. അങ്ങനെ വന്നാൽ പൊളിയായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. ഇന്നലെ പോകുന്നതിന് മുൻപ് മമ്മൂക്കയുടെ ചില ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്ത. ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊന്ന് നടക്കും വീഡിയോ എടുത്തോ, എത്ര മണി എടുത്തോ, പക്ഷെ സ്റ്റില്ല ഇങ്ങനത്തെ സ്റ്റിൽസ് വരുമ്പോഴേ അത് ഞങ്ങളോട് വേണ്ട. അല്ലളിയാ, അത്രേ ഉള്ളൂ, നമ്മളോട് വേണ്ട. വേദനിപ്പിക്കുന്നു സത്യമായിട്ടും. കാരണം പോസിങ്ങും ആറ്റിറ്റ്യൂഡും ഒക്കെ കിടന്നായിരിക്കും. പിന്നെ കോസ്റ്റ്യൂമും ഒക്കെ നമുക്ക് പിന്നെ ആൾറെഡി അറിയാവുന്നതാണല്ലോ. കോസ്റ്റ്യൂമിന്റെ ഒക്കെ വിട്ടേക്ക്, പക്ഷെ ആളുടെ ആറ്റിറ്റ്യൂഡും ഇരുത്തവും അതാണ് വേറെ ലെവല്. നമ്മൾ ചില ഫോട്ടോസ് എടുത്ത് നല്ലത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടുന്നതൊക്കെ അതേ രീതിയിലുള്ള പോസ് തന്നെ ആയിരിക്കും. സത്യം. അതുകൊണ്ടാണല്ലോ നാളെ മെഗാസ്റ്റാർ എന്നും നിങ്ങളിവിടെ ഇരിക്കുന്നത് അല്ലേ. അടുത്ത ഫോട്ടോ ഇതാ, ഗ്ലാസിന്റെ കാല് തിരിഞ്ഞു പോയിട്ടുണ്ട്. എവിടെ പോയി ഒപ്പിക്കുന്നതാണ് ഇങ്ങനത്തെ സാധനമൊക്കെ. മുണ്ട് മുണ്ട് അതുപോലെ കാല് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഗ്ലാസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു കാര്യം വെറൈറ്റി. എവിടെ സൺഗ്ലാസ് പണ്ട് വന്ന ഓർമ്മയുണ്ടോ, മറ്റേ കുഞ്ഞു വട്ടമുള്ള രണ്ട് ചെറിയ വട്ടമൊക്കെ വെച്ചിട്ട് ഗംഭീര സാധനം. ലൊക്കേഷനിൽ നിന്ന് കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്. എന്തായാലേ ബിഗ് എംസ് ഒക്കെ ഒരുമിച്ച് നിന്നുള്ള ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഭീകരം. പക്ഷെ ഈ ഇതിലേക്ക് വന്നപ്പം നേരത്തെ കണ്ട ഫോട്ടോയിൽ നിന്നുള്ള ആ ലുക്കൊക്കെ മാറിയിട്ടു. അതെ, ഇതില് ലാലേട്ടന്റെ ലുക്ക് വേറെ ലെവലാ. രണ്ടുപേരെ അങ്ങോട്ട് തള്ളി. അതെ, ഇതില് ലാലേട്ടനാണ് നടുക്കാൻ കേറി, ഒരു രക്ഷയില്ല. കാരണം കൂടുതൽ യങ് പിന്നെ ഹാൻസം ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യം അല്ലേ? ഇതിന്റെ ഈ ഫോട്ടോയില് മമ്മൂക്ക ഔട്ടായി, കുഞ്ചാക്കോനും ഔട്ടായി. അതെ, പിന്നെ അവര് എന്തൊക്കെ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ആ സമയത്തുള്ളൊരു സ്റ്റില്ലാണ്, കൃത്യമായ പോസിംഗ് ഒന്നല്ല. ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കി നിന്ന സമയത്ത് എടുത്താൽ ഇത് പക്ക സെൽഫിയാണ്. ചാക്കോച്ചന്റെ വക ഒരു ബിഗ് എംസ് സെൽഫി പൊളി. ഇതിലും യങ്ങാണ്. ആ ഷർട്ട് അടിപൊളി ഷർട്ട് അല്ലേ? എന്താ മോനെ ദേ വേറെ ഇതൊക്കെ പല കോസ്റ്റ്യൂമിലാണല്ലോ. സത്യം നമ്മൾ എന്തോ കണ്ടോണ്ടിരിക്കുക കേട്ടോ. അത് എന്റർടൈൻമെന്റ് കീഴിന്റെ വീഡിയോ ഇന്നലെ നമ്മട്ടോ. പിന്നല്ലാണ്ട് ഇതിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അത് കണ്ടോണ്ടിരിക്കുക. പലതും ചോർത്തിന്നില്ലേ നാറികൾ എങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നതെന്ന് കണ്ടോണ്ടിരുന്നത്. കണ്ടോ ഒക്കെ പുറത്തു വന്നില്ല. ഇങ്ങോട്ട് നോക്കടാ, അവിടെ ഇരുന്ന് പറയുന്നുണ്ടോ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നൊക്കെ ഇവർ പറയുന്നുണ്ട്, ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ. കുഞ്ഞാക്കോ ഇവരാണോ? മതി മതി, ഞാനത് മനസ്സിൽ ഓർത്തോണ്ടിരുന്നത്. അയ്യോ, എന്താണെങ്കിലും ഇത്രയും സ്റ്റിൽസ് ആണ് ഇന്നലെ വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്, മലയാളത്തിലെ ഒരു വലിയ സിനിമ. അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാനുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് റൂമറുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അടുത്ത് തന്നെ ഉണ്ടാവുന്നു. അതൊരു ഗംഭീര അനൗൺസ്മെന്റ് തന്നെ ആയിരിക്കും. അനൗൺസ്മെന്റ് ശരിക്കും അനൗൺസ്മെന്റ് മസ്റ്റായിട്ട് വേണം. പിന്നെ സാധാരണ നമ്മുടെ മലയാള സിനിമകൾക്ക് ഈ അനൗൺസ്മെന്റ് വീഡിയോ എന്ന് പറഞ്ഞ സാധനം ചെയ്യാറില്ല. ചിലത് ഏതെങ്കിലുമൊക്കെ സിനിമകൾക്ക് വന്നെങ്കിലുള്ളൂ. ശരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ എന്തായാലും അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. 100 കോടിൻ്റെ അടുത്ത് വരും ഈ സിനിമക്ക്. അപ്പോൾ ഇത്രയും വലിയ സ്റ്റാറുകൾ അഭിനയിച്ചാലും ഇത് മറ്റ് ഇൻഡസ്ട്രിയിലുകൾ അറിയണം.
അതിനിവിടെ ഈ അൺഒഫീഷ്യലായിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ വന്നിട്ട് കാര്യം അതുകൊണ്ട് കാര്യമില്ല, ശരിക്കും ഒഫീഷ്യലി അങ്ങോട്ട് വരണം അനൗൺസ്മെന്റ് വീഡിയോ. ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവർ അറിയുന്നുള്ളതല്ലേ. അപ്പോൾ റിയാക്ഷൻസ് വരും, നമുക്കൊരു റിയാക്ഷൻ വീഡിയോ കിട്ടും ചെയ്യും, അത് വേറെ കാര്യം. എനിക്ക് അത് തോന്നുന്നു മറ്റൊരു കാര്യം. ഇത് അത് പ്രൊഡക്ഷൻ കമ്പനി നോക്കേണ്ട സാധനമാണ്. അതെ ഈ ലൈക്ക അങ്ങനെ ഗ്രീൻ സ്റ്റുഡിയോ ഇവരൊക്കെ കണ്ടിട്ടില്ല, ഇവരൊക്കെ അടുത്തൊരു സിനിമ വരുന്നുണ്ട് ഹോംബാലെ. പച്ച സ്റ്റുഡിയോ എന്താണെങ്കിലും ഇവരൊക്കെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്, ഇവരുടെ അപ്പ അനൗൺസ്മെന്റ് വരും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാളെ അറിയണം ഈ സാധനം വരാനുണ്ടെന്ന്. ഇത് ചുമ്മാ പറയുന്നതല്ല, റിയാക്ഷൻസ് വീഡിയോസിന്റെ ഗുണമാണ് അത്. ഇപ്പോൾ നമ്മളിത് പോട്ടെ, ഇപ്പോൾ നമ്മുടെ വേറെ ഏത് റിയാക്ഷൻ ചാനലിലും ആ ഇൻഡസ്ട്രിയിലുള്ള അതായത് ഇപ്പോൾ മലയാളത്തിലൊരു റിയാക്ഷൻ ചാനലാണെങ്കിൽ മലയാളികൾ മാത്രമായിരിക്കില്ല അതിലുള്ളത്, കാരണം അവർ റിയാക്ഷൻ പല സിനിമകളുടേതും ചെയ്യും. അപ്പോൾ ആ ഓഡിയൻസൊക്കെ ആ ചാനലുണ്ടാവും. അങ്ങനെ എല്ലാ ചാനലിലും പിടിച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ഇത് അറിയും. ഇനി അത് പോട്ടെ, പുറത്തുനിന്നുള്ള ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരുപാട് റിയാക്ഷൻ ചാനലുണ്ട്, അവരൊക്കെ ഇന്ത്യൻ സിനിമകളുടെ റിയാക്ഷൻ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് മമ്മൂക്കയും ലാലേട്ടനും അതെ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ന്യൂസ് തന്നെയാണ്. പക്ഷെ ആ ന്യൂസ് എത്തിക്കണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരണം. അപ്പം വേറെ ചുരുക്ക് ഇപ്പം വേറൊന്നുമില്ല, പെട്ടെന്ന് അനൗൺസ്മെന്റ് കൂടി വിട്ടോളാം, ഇല്ലെങ്കിൽ സ്വഭാവം വളരെ മോശമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കൂതറയാവല്ലെന്ന്, കൂതറ ആയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. പക്ഷെ കൂതറ ആവാറില്ല അങ്ങനെ. എന്താണെങ്കിലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.